ബേൺ ടോസ്റ്റ് തിയറിയും സംരംഭകൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കേണ്ട കാഴ്ചപ്പാടും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഈ ബേൺ ടോസ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തി രാവിലെ ജോലിക്ക് പോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. രാവിലെയുള്ള അല്പം തിരക്കിനിടയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ആ ബ്രെഡ് കരിഞ്ഞുപോയി. വീണ്ടും അത് മാറ്റി പുതിയ ബ്രെഡ് വെച്ചു, ടോസ്റ്റ് ചെയ്തു, ഭക്ഷണം കഴിച്ചു, അദ്ദേഹം യാത്രയായി. അങ്ങനെ റോട്ടിലെത്തി ബസ് കാത്തു നിന്ന സമയത്ത് എന്നും പോകുന്ന ബസ് കടന്നു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തിനുള്ളിൽ അദ്ദേഹം ആകെ വിഷമിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അറിഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. മുന്നേ പോയ ബസ് വലിയൊരു അപകടത്തിൽപ്പെട്ട് ഒരുപാട് പേര് മരിച്ചു. അപ്പോൾ അദ്ദേഹം ആദ്യം ചിന്തിക്കുന്നത് എന്താ? അയ്യോ, എൻ്റെ ബ്രെഡ് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സമയത്തുണ്ടായിരുന്ന എൻ്റെ ഒരു വേദന അതൊക്കെ ഇപ്പം മാറി, കാരണം ഞാൻ അത് കാരണമാണ് രക്ഷപ്പെട്ടതെന്നുള്ള ചിന്ത. ഈ അടുത്ത നാളിൽ അഹമ്മദാബാദിൽ വിമാനാപകടം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടു, ഭൂമി ചൗഹാൻ എന്ന ആ ഒരു പെൺകുട്ടി ആ വിമാനം നഷ്ടപ്പെട്ടപ്പോൾ ആദ്യം വിഷമിച്ചെങ്കിലും വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതുപോലെയാണ് സംരംഭകർ പലപ്പോഴും. ചില അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മളൊന്ന് വേദനിക്കും, പക്ഷെ പിന്നീട് നമ്മൾ തിരിച്ചറിയുക ആ നഷ്ടങ്ങളൊക്കെയാണ് നമ്മളെ ശക്തിപ്പെടുത്തിയത്. അന്ന് പോയ ചില നഷ്ടങ്ങൾ ഇന്ന് നമ്മളെ കൂടുതൽ കരുത്തരാക്കി എന്നുള്ളത്. അപ്പോൾ ഈ ബേൺ ടോസ്റ്റ് തിയറി നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് കൊണ്ടുപോകാം. എല്ലാ നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ചില ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ് നമ്മളെ തിരിച്ചു വരാനും ശക്തമായി വളരാനും പ്രേരിപ്പിക്കുന്നത്. താങ്ക് യു.